നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2024 ആണ്ടിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കുക മാത്രമല്ല, ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നത് വഴി സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലാണെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ പ്രവൃത്തി പരിചയം, പഠിച്ച വിദ്യ, ഇതെല്ലാം തന്നെ വളരെ നല്ല നിലയിൽ അവലംബിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഇനി കരാർ ജോലികൾ ഏറ്റെടുക്കുന്ന പലർക്കും കഴിഞ്ഞ വർഷം നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നഷ്ടസാധ്യതകളെല്ലാം വിലയിരുത്തി ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ലാഭ ശതമാനം ഉള്ള കരാർ ജോലികൾ മാത്രം ഏറ്റെടുക്കുന്നതിനാൽ ഉദ്ദേശിച്ചതിലുപരി നേട്ടം വന്നു ചേരുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ബൃഹത് പദ്ധതികളുടെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് ജന്മനാട്ടിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായുള്ള പല പദ്ധതികളിലും പരാജയം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ തിരികെ പോകുവാൻ തന്നെ പരിശ്രമിക്കുകയും ഒരുപക്ഷെ വർഷത്തിൻ്റെ ആദ്യം മുതൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നു. ഒരു വർഷം മുമ്പുള്ള നിയമമല്ല ഇപ്പോൾ വന്നു ചേരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മെയ് മാസം മുതൽ തിരികെ മറ്റൊരു രാജ്യത്തിലേക്കായിരിക്കും, മറ്റൊരു രാഷ്ട്രത്തിലായിരിക്കും പോകാനുള്ള സാധ്യതയുള്ളത്. എന്നിരുന്നാലും ഈ ജന്മനാട്ടിൽ തുടങ്ങുന്ന പ്രസ്ഥാനത്തിനെ അപേക്ഷിച്ച് ഒരുപക്ഷെ നഷ്ടം നികത്തുക എന്നത് 1-2 വർഷം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും വിദേശത്തേക്ക് തിരികെ പോകുന്ന ഒരവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. തൃപ്തികരമായുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ആ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വർഷങ്ങളായിട്ട് ചികിത്സയിലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നതുമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരികെ ലഭിക്കാനുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മറ്റു ചിലർക്ക് ഭൂമി, ഇതിനൊക്കെ ഈ പണത്തിന് പകരം ഭൂമി കൈവശം വന്ന് ചേരുവാനുള്ളൊരവസരത്തെ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഭാവിയിലേക്ക് വിൽപ്പന ചെയ്യാം എന്ന സങ്കല്പത്തോടുകൂടി അത് സ്വീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവലംബിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾക്ക് ചിലരിൽ നിന്നും അപ്രീതി, പ്രത്യേകിച്ച് ബന്ധുജനങ്ങളിൽ നിന്നും ചില അസ്വാരസ്യങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും നിയമത്തെ മാനിക്കുക എന്ന ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് വഴി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ മറ്റു ചില കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും അനുവർത്തിക്കാൻ സാധിക്കും. കടം കൊടുക്കുന്ന സമ്പ്രദായം ഒഴിവാക്കി അവനവൻ്റെ കഴിവിനനുസരിച്ചും അവനവൻ്റെ സ്വന്തം പ്രാപ്തിക്കനുസരിച്ച് മാത്രമേ ദാനധർമ്മങ്ങൾ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം കടം കൊടുക്കുന്ന സംഖ്യ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്ന ധാരണ വന്നു ചേരേണ്ടതുമാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക സംവിധാനവും ആധുനിക പ്രചരണ രീതികളും കഴിഞ്ഞ 7-8 മാസമായിട്ട്, അതായത് 2023 പകുതി മുതൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു നേട്ടം കാണാത്തത് കൊണ്ട് മറ്റൊരു സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ വളരെ നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവും പ്രചരണ രീതികളും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനും അതിൽ നിന്നും വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി വിറ്റുവരവ് വന്നു ചേരുവാനും സാധ്യതയുണ്ട്.
നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് പലർക്കും അസുഖങ്ങൾ വന്നു ചേരുക, അവരുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ പല പ്രകാരത്തിൽ ബുദ്ധിമുട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനോ ഒരു പക്ഷേ ഭൂമി പണയപ്പെടുത്തുവാനോ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ശാസ്ത്രീയ വശമൊക്കെ നല്ലതാണ്, ശരിയാണ്, എങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ ഏതൊരു കാര്യവും ഏറ്റെടുക്കാവൂ. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് ഗൃഹോപകരണങ്ങൾ അത്ര കേടുപാടുകളില്ലെങ്കിൽ പോലും കാലാഹരണം വന്നു ചേരുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രാദേശിക പിന്തുണ ലഭിക്കുന്നത് വഴിയും തീർത്തും അവിചാരിതമായിട്ട് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ അനുബന്ധമായുള്ള പാഠ്യപദ്ധതിക്ക് ഒരുപക്ഷെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പാഠ്യപദ്ധതിയാണെങ്കിലും 2 വർഷം വേണ്ടിവരും. ഞായറാഴ്ചകളിലോ ആഴ്ചയിൽ മറ്റൊരു ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ പഠിക്കേണ്ടി വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഭാരതീയ ശാസ്ത്രശാഖകൾ, കലാകായിക മേഖലകൾ, ശാസ്ത്ര മേഖലകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നവർക്ക് തീർത്തും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും രാജകീയ അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ളൊരു കഴിവ് എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നത് കൊടുക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് ഒരുപക്ഷെ ജന്മനാട്ടിൽ ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനോ അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് 6 മാസം മാതാപിതാക്കളെ അവിടെ ഒരുമിച്ച് താമസിപ്പിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. ആത്മീയ ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കി വളരെ സമാധാനപരമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ, സമാധാനപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും കാഴ്ചവയ്ക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. മംഗളകർമ്മങ്ങൾ, വിരുന്ന് സൽക്കാരത്തിൽ മുതലായവരൊക്കെ തന്നെ സജീവമായിട്ടുള്ള സാന്നിധ്യം വന്നു ചേരുന്നത് വഴി ഉന്നതരെ പരിചയപ്പെടുക മാത്രമല്ല അവരുടെ ജീവിത വഴി സ്വന്തം നിലയിൽ പകർത്തുവാനും അവലംബിക്കുവാനും ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ക്ഷമയ്ക്ക് വേണ്ടി വരുമെങ്കിൽ പോലും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമത്വമുള്ളൊരു പാത വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രായാധിക്യമുള്ളവരെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കും. ഉല്ലാസ വിനോദയാത്രകൾ മെയ് മാസത്തിൻ്റെ മുമ്പേ ആണെങ്കിൽ അത്ര തൃപ്തികരമായുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. എന്നാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ ഓണക്കാലത്തിനോടനുബന്ധമായിട്ടോ അഥവാ ഡിസംബർ മാസത്തിലോ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും മംഗളകരമാക്കി തീർക്കുവാനും ഒരുപക്ഷെ ഒരു സംഘത്തിൻ്റെ നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട് നയിക്കാനുള്ളൊരവസരം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ചിലർക്ക് നിലവിലുള്ള ഗ്രഹത്തിൽ പണം നിലനിൽക്കായികയും ഓരോരുത്തർക്കുമായിട്ട് അസുഖങ്ങൾ വന്നു ചേരുന്നൊരവസ്ഥയും ജോലിയിൽ നിന്നും പലപ്പോഴും ജോലിയിൽ തൃപ്തികരമായിട്ടുള്ളൊരു സമീപനം ഇല്ലാത്തൊരവസ്ഥയും ഗ്രഹത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരു വിമ്മിഷ്ടമുണ്ടാകുന്ന ഒരു അവസ്ഥയും വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് വാസ്തുശാസ്ത്രപ്രകാരം അപാകതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില പരിവർത്തനങ്ങളൊക്കെ നടത്തുവാൻ
സാധ്യത കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഹ്രസ്വകാല ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ളൊരു കൃഷി രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ അവസരം വന്നു ചേരും. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ടുള്ള ഗ്രഹമുണ്ടെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി മക്കളുടെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, എല്ലാവർക്കും സർവ്വജീവജാലങ്ങൾക്കും നേട്ടങ്ങളുണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും മാനസികമായിട്ടുള്ളൊരവസ്ഥകളും വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു 2024 ആണ്ടിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.